മലയാള സാഹിത്യത്തിന് ലോകമെമ്പാടുമുള്ള എം.ടിയുടെ വായനക്കാർക്ക് തീരാ നഷ്ടമായൊരു ദിനമായി മാറുകയാണ് ഈ ദിവസം. ക്രിസ്മസിന്റെ തിരുപ്പിറവിയുടെ ആഘോഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് എം.ടി. വാസുദേവൻ നായരെന്ന മഹാനായ എഴുത്തുകാരനെ, വിശ്വവിഖ്യാതനായ എഴുത്തുകാരനെ നമുക്ക് നഷ്ടമായ ദിനമായി കൂടി ഈ ഡിസംബർ 25 അത് അടയാളപ്പെടുത്തുകയാണ് ചരിത്രത്തിൽ എന്നുള്ളതാണ്. ചരിത്രത്തെ, കാലത്തെ ഒക്കെ നമുക്ക് മുൻപിൽ അടയാളപ്പെടുത്തിയ നമ്മുടെ പ്രിയപ്പെട്ട എം.ടി. ഒരുപക്ഷെ കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കരുതേ. ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നു. ഇന്ന് രാത്രി ഏവരെയും നടുക്കത്തോടുകൂടിയാണ് എം.ടിയുടെ ആ വിടവാങ്ങൽ നമ്മൾ ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത് കോഴിക്കോട് നടക്കാവിലെ സിതാര എന്ന വസതിയിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം ഉള്ളത്. ഈ രാത്രിയിൽ വൈകിയും ഒരുപാട് പേർ സാഹിത്യരംഗത്തും സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി, സാധാരണക്കാർ എല്ലാവരും അദ്ദേഹത്തെ കാണാനായി ഒരു നോക്ക് അവസാനമായി പ്രിയപ്പെട്ട എം.ടിയെ തങ്ങൾ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ വായിച്ചിട്ടുള്ള എല്ലാവരും ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ട് എം.ടിയെ. ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ സിനിമയടക്കം ശ്രവിക്കുകയും കാഴ്ചക്കാരാവുകയും ചെയ്ത ആളുകളാണ് ഏവരും. അവരൊക്കെ തന്നെ ഹൃദയവേദനയോടുകൂടി ഹൃദയം നുറങ്ങുന്ന നിമിഷവുമായി അവിടേക്ക് എത്തിച്ചേരുകയാണ്. നമുക്ക് സിതാരയിലേക്ക് തന്നെ നൽകാനായിട്ട് സമയം ഇപ്പോൾ 2:45 ഇപ്പോഴും ഒരു പക്ഷേ നമ്മുടെ നാട് ഉറങ്ങിയിട്ടില്ല. നാടത്രയും ഹൃദയഭേദകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇത് സത്യമാണ്, ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ പോലും അത് ഉൾക്കൊള്ളാൻ ഉള്ള ഒരു മാനസികാവസ്ഥയിലേക്കൊന്നും തന്നെ ആരും എത്തുകയോ ഇപ്പോഴും അതിനും സാധിക്കുകയോ പൂർണ്ണാർത്ഥത്തിൽ എന്നുള്ള സംശയമാണ്. അവിടെ ഇപ്പോൾ എങ്ങനെയാണ്, ഇപ്പോഴും ആളുകൾ എത്തുന്നുണ്ടോ അങ്ങോട്ടേക്ക്? ക്രമീകരണങ്ങൾ, മറ്റു കാര്യങ്ങൾ? തീർച്ചയായും ഉണ്ട്. ഇപ്പോഴും ഈ വീട്ടിലേക്ക് ഒറ്റപ്പെട്ട രീതിയിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഏതാണ്ട് 4-5 പേർ അടങ്ങുന്ന ഗ്രൂപ്പുകളായി ഇപ്പോഴും ആൾക്കാർ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഈ ആൾക്കാർ വന്ന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുന്നു. കാരണം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായി തന്നെ തുടരുകയായിരുന്നു എന്നൊക്കെ അറിയാമെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഇന്നലെ രാത്രി ഈ 10 മണിയോടുകൂടി ഇങ്ങനെയൊരു മരണം ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നു. ആ പുരോഗതി ഉണ്ടായെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് ഒരുപക്ഷെ തിരിച്ചു വരും എന്നും പ്രതീക്ഷിച്ചതായിരുന്നു ഭൂരിഭാഗം പേരും. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു 9:30 ഒക്കെ ആകുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം തന്നെ കുറേ കൂടി സീരിയസ് ആണ് എന്നുള്ള വിവരം വരികയും 10 മണിയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഏതാണ്ട് രാത്രി തന്നെ, ഏതാണ്ട് പിന്നീട് ഒരു അരമണിക്കൂർ സമയമേ എടുത്തു കാണുള്ളൂ എന്നാണ് തോന്നുന്നത്, നേരെ ഈ സിതാര എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിലേക്ക് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ അദ്ദേഹം ഈ വീട് വാങ്ങുന്നതും സ്ഥലം വാങ്ങുന്നതും വീട് വെക്കുന്നതും എല്ലാം തന്നെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഈ അഡ്രസ്, വിലാസം ആർക്കും അറിയാത്ത ഒരാൾ പോലും മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരാൾക്കും ഉണ്ടാകില്ല. അത്തരത്തിൽ ആരാണ് എം.ടി. വാസുദേവൻ നായർ എന്നൊരു ചോദ്യം ചോദിച്ചാൽ മറിച്ച് തിരിച്ചൊരു ചോദ്യമായിരിക്കും, ആരല്ല എം.ടി. വാസുദേവൻ നായർ എന്നാണ്. കാരണം അത്രമാത്രം സമഗ്രമായ രീതിയിൽ എഴുത്തിൻ്റെ എല്ലാ പുറങ്ങളെയും അദ്ദേഹം സ്പർശിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഒരു പാട്ട് വരെ എഴുതിയിട്ടുണ്ട്. ആ പാട്ട് എഴുതിയതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങനെയൊരു പാട്ട് എഴുതിയതിൻ്റെ പേരിൽ എനിക്ക് കുറ്റബോധവുമില്ല, എന്നാൽ ഞാൻ അങ്ങനെ ഒരു പാട്ടെഴുത്തുകാരനാണ് എന്ന തോന്നലും എനിക്കില്ല എന്നുള്ളതാണ്. അതിൻ്റെ അഹംഭാവവുമില്ല, മാത്രമല്ല അതിൻ്റെ അങ്ങനെ ഒരു കുറ്റബോധവും എനിക്കില്ല എന്നാണ്. അത്തരത്തിൽ എല്ലാ മേഖലകളിലും അദ്ദേഹം 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ഏറ്റവും അവസാനം ഉള്ള ഈ എഴുത്തിൻ്റെ കാലഘട്ടം വരെ അതിദീർഘമായ ഒരു കാലയളവാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അപ്പോൾ ആരാണ് എം.ടി. വാസുദേവൻ നായർ എന്ന് ചോദിച്ചാൽ, അതുവരെ മലയാള ഭാഷയിലെ ഒരു പരിധിവരെ പൈങ്കിളി സാഹിത്യത്തെയും അത്തരത്തിലുള്ള സാഹിത്യത്തെ എല്ലാം തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന മലയാളിയെ കുറേ കൂടി ഗൗരവമേറിയൊരു വായനയിലേക്ക് പ്രേരിപ്പിച്ച എഴുത്തുകാരനാണ് എം.ടി. വാസുദേവൻ നായർ എന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ പറയാം. എന്നാൽ അദ്ദേഹം അങ്ങനെ ഒരു എഴുത്തുകാരനായി, ഗൗരവമുള്ള ഒരു എഴുത്തുകാരനായി മാത്രം ആ ഒരു ചട്ടക്കൂടിലേക്ക് ഒതുക്കാൻ ഒരിക്കൽ പോലും കഴിയുന്ന ഒരാളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ ആരായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മലയാളിയെ, വായനക്കാരനെ, ഭാഷാക്കാരനെ, സാഹിത്യകാരനെ എല്ലാം തന്നെ നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ പ്രതിഭാധനായ എഴുത്തുകാരൻ. അത്തരത്തിൽ അദ്ദേഹം സമൂഹത്തെ ഏതൊക്കെ അളവിലേക്ക് മാറ്റി തീർത്തിട്ടുണ്ട് എന്നുള്ളതിന് ഒട്ടേറെ തെളിവുകളുണ്ട്. ഒരുപക്ഷെ നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് അദ്ദേഹം
അതിനോട് പ്രതികരിച്ച ഒരു രീതി ആലോചിച്ച് നോക്കുക. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇത് എൻ്റെ മേഖലയല്ല, ഇതൊന്നും തൻ്റെ വിഷയമേ അല്ല എന്ന് പറഞ്ഞ് മറ്റ് ഒരുപാട് എഴുത്തുകാർ, ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ഒരു പരിധിവരെ രാഷ്ട്രീയ പ്രവർത്തകർ പോലും മൗനം പാലിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഈ നോട്ട് നിരോധനവും അത് സാധാരണ ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ, തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും എന്നതുൾപ്പെടെ അഗാധമായ പാണ്ഡിത്യത്തോടുകൂടി അദ്ദേഹം ആ കാര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു ഭരണകൂടത്തെ വിമർശിക്കുന്നതിനോ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിനോ തനിക്ക് യാതൊരു മടിയുമില്ല എന്ന രീതിയിൽ അദ്ദേഹം ഏറ്റവും അവസാനം കോഴിക്കോട് KLF-ൽ നടന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ഭരണകൂടവും ഭരണകർത്താക്കളും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് നമുക്കൊരു പ്രത്യക്ഷത്തിൽ തന്നെ മുഖ്യമന്ത്രിയാണ് വിമർശിക്കുന്നത് എന്ന് തോന്നലുണ്ടാക്കുന്ന രീതിയിൽ തന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു നോവൽ എഴുതുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയാളോ സംവിധായകനാണോ എന്നതിനപ്പുറത്തേക്ക് അത് അയാൾ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ വേരുകളുണ്ട്. ആ വേരുകൾ തായ് വേരുകളും ശാഖോപശാഖകളായി പടർന്നു കിടക്കുന്ന, അദ്ദേഹം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു അസാമാന്യനായ വ്യക്തി കൂടിയാണ്.